ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം 3:20 ആയി. ഇന്ന് ഫ്രൈഡേ ആണ്. സോ ആക്ച്വലി ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു, പക്ഷെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു. എനിക്ക് നാളെ സാറ്റർഡേ എറണാകുളത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഓഫീസിൽ ലൈക്ക് ഇയർലി ഒരു 3 to 4 മീറ്റപ്സ് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഒന്ന് ഗ്രൂം ചെയ്യാനും മുടി വെട്ടാനും ബിയർഡ് ഷേപ്പ് ചെയ്യാനും പുറത്ത് ഇറങ്ങിയത്. ഇപ്പം അതൊക്കെ ഇനി എന്താ പറയാ, ഇനി ഒന്ന് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പോയി കാണണം. ഫസ്റ്റ് അവർ വിളിച്ചു നോക്കാം, അവർ അവൈലബിൾ ആണെങ്കിൽ പോയി കാണാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ലുലുവിലും പറ്റുവാണെങ്കിൽ പോയി കുറച്ച് എന്താ പറയാ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കണം. അത് മേടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ഇതൊരു കൊച്ചു വ്ളോഗായിരിക്കും. അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഇവിടെ മിക്കവാറും നാളെയൊക്കെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് എല്ലാവരും പോയി മീറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാം ഗൈസ്. മിക്കവാറും നാളെ എറണാകുളമൊക്കെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം നാളെ എന്തായി തീരുമെന്ന്. സോ ഈ ആഴ്ചത്തിന് ഹെക്ടിക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടിയില്ലായിരുന്നു. നമുക്ക് ഓഫീസിൽ റിലീസ് ഉണ്ട്. അപ്പം ഈ കഴിഞ്ഞ വെനസ്ഡേ ആയിരുന്നു നമ്മള് റിലീസ്. നമ്മളിവിടെ ഡെവലപ്മെന്റും ടെസ്റ്റിങ്ങും ഇന്ത്യയിലാണ് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്തു വെച്ച എല്ലാം ഈ ലാസ്റ്റ് വെനസ്ഡേ ആണ് നമ്മൾ US സെർവറിലേക്ക് പുഷ് ചെയ്യുന്നത്. സോ അതിന്റെ ഫുൾ ഓട്ടത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു, ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയ. അതെ, നല്ല തിരക്കുണ്ടല്ലോ. ഞാൻ എൻ്റെ വർക്കിനൊക്കെ പറ്റി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതനുസരിച്ച് ഞാൻ അതിൻ്റെ മറുപടിയും പറയാം. എന്തെങ്കിലും ഞാൻ IT ഫീൽഡിലാണ്. ഞാൻ ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം ആണ്. വലിയ ഹെക്ടിക് ഒന്നും അല്ല. ബട്ട് ഈ റിലീസ് ടൈം, ആ ടൈമൊക്കെ ആയിരിക്കും ഒന്ന് എന്താ പറയാ, കുറച്ചും കൂടി പ്രഷറൊന്നും ഇല്ല. പക്ഷെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ടൈം മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് ഇരിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ബാക്കി എല്ലാ ടൈമും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. പിന്നെ നമ്മൾ ടീമായാലും ശരി, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ചിലര് എന്താ പറയാ, ലൈക്ക് ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്താ. എൻ്റെ ലീഡ് ചെന്നൈയിൽ നിന്നാണ്. ബാക്കിയുള്ളവർ ചിലവർ തൃശ്ശൂർ, കോഴിക്കോട്, ഞാൻ ട്രിവാൻഡ്രം, അങ്ങനെ ചിലവർ എറണാകുളം. ഓരോ ആൾക്കാർ ഓരോ പ്ലേസിലാണ്. അതെ. അങ്ങനെ അശ്വൻ്റെ വീട്ടിലെത്തി. അശ്വൻ്റെ അമ്മ ഉണ്ടാക്കിയ പേട കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. അതിനിടയ്ക്ക് അഞ്ജലിയും വിളിച്ച് അഞ്ജലിയോട് സംസാരിച്ചു. എന്നിട്ട് DK ഒരു കേക്ക് ഓർഡർ ചെയ്തു, അതും കഴിച്ചു. അപ്പം അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ട് മീറ്റ് ചെയ്തു. ഇപ്പം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് നട്ട്സും അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം.
സോ ആദ്യം ലുലുവിൽ പോകുന്ന വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് നല്ല റഷ് ആയിരിക്കും, അതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ അടുത്ത ഒരു സ്ഥലം അവർ കൂട്ടുകാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അവിടെ ചെന്ന് മേടിക്കാം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ബയോ ഗൈസ്. അപ്പം നമ്മളിതാ ലുലുവിലേക്ക് എത്തി. ഞാൻ മറ്റിടത്ത് നോക്കിയപ്പം വിചാരിച്ച സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി ലുലുവിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്നിട്ട് ബാക്കി സാധനങ്ങളോട് മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഇനി എത്ര ഇപ്പോൾ ഓൾമോസ്റ്റ് 7:38 ആയി. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 40 minutes ഡ്രൈവ് ഉണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. എനിക്കൊന്ന് പുറത്ത് മഴയാണെന്ന് തോന്നുന്നു. എനിക്ക് നാളെ മോർണിംഗ് 6:15 ആണെന്ന് തോന്നുന്നു ട്രെയിന്. അപ്പം നോക്കാം ഗൈസ്, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം എന്തായാലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു കുട്ടി വ്ളോഗാണ്. ഇനി അപ്പം നമുക്ക് നാളെ കാണാം. നാളെ ഫുൾ ഹെക്ടിക് ആയിരിക്കും. നാളെ അറൗണ്ട് 5 o'clock വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് തിരിച്ച് സൺഡേ മോർണിംഗ് ആയിരിക്കും വീടെത്താൻ പോകുന്നത്. സോ എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരെയും എൻ്റെ ടീമിലുള്ള ആൾക്കാരെയും എറണാകുളത്തെ ഫ്രണ്ട്സ് അവർ അവൈലബിൾ ആണെങ്കിൽ അവരെയും മീറ്റ് ചെയ്യാം നമുക്ക്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ടാറ്റ. അപ്പം അടുത്ത വ്ളോഗിന് ഉടനെ കാണാം. ടാറ്റ. എക്സിറ്റ് എവിടെയാണ്?